സൂറത്തുൽ ബഖറയിലെ 132 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും വസിയ്യത്ത് എന്തായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാക്കൂബ്. ഇബ്രാഹിമും യാക്കൂബും അതാ തങ്ങളുടെ സന്താനങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. എന്താണ് വസിയ്യത്ത്? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. നിശ്ചയം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ദീനെ തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു, നിങ്ങളുടെ മതം നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് മുസ്ലിങ്ങളായതല്ലാത്തൊരവസ്ഥയിൽ, ഇസ്ലാമിലല്ലാത്തൊരവസ്ഥയിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നതല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ ഇടവരരുതേ എന്റെ മക്കളെ എന്ന് ആത്മാർത്ഥമായി സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവരുടെ സന്താനങ്ങൾക്ക് വസിയ്യത്ത് നൽകുകയാണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. ഇപ്പോ അനന്തരാവകാശ സ്വത്തിന്റെ ആയത്തുകൾ, വലിയ 2 ആയത്തുകൾ സൂറത്തുൽ നിസായിൽ നമുക്ക് കാണാൻ കഴിയും. ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് യൂസിക്കുമുള്ള, അല്ലാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ടാണ് ആൺമക്കൾക്ക് എത്ര, പെൺമക്കൾക്ക് എത്ര, ഭാര്യക്ക് എത്ര, ഉമ്മാക്ക് എത്ര, വാപ്പാക്ക് എത്ര, സഹോദരൻ എത്ര, സഹോദരിക്ക് എത്ര എന്നെല്ലാമുള്ള കൃത്യമായ കണക്കുകൾ അതിനുശേഷമാണ് പറയുന്നത്. അപ്പോൾ വസിയ്യത്ത് എന്നത്, ഒരാളൊരു വസിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഇന്ന സ്ഥലത്ത് മറമാടണം എന്നൊരാൾ വസിയ്യത്ത് ചെയ്താൽ, എനിക്ക് ഇന്ന സ്ഥലത്ത് എന്നെ ഖബറടക്കണം എന്നൊരാൾ വസിയ്യത്ത് ചെയ്താൽ അത് പൂർത്തിയാക്കുക എന്നത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്, അയാളുടെ കുടുംബക്കാരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം പറയുമ്പോൾ പ്രവാചകന്മാർ തെരഞ്ഞെടുത്തത് എന്താണ്? സ്വത്തിന്റെ വിഷയങ്ങളോ മറ്റു ദുന്യവയായ വിഷയങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഈ ദീനിന്റെ വിഷയമാണ്. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നിങ്ങൾ അറിയണം. എന്താ അദ്ദേഹം പറഞ്ഞത്? അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്നതാണ് ഈ മതം. വെറുതെ ഒരു റാൻഡം അവസ്ഥയിൽ അങ്ങോട്ട് കിട്ടിയതല്ല, പടച്ചോൻ തെരഞ്ഞെടുത്തതാണ്. ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മുസ്ലിമും യാദൃച്ഛികമായി മുസ്ലിമായതല്ല. അള്ളാഹുവിന്റെ കൃത്യമായ പദ്ധതിയിലൂടെ, അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടലിലൂടെ, അള്ളാഹുവിന്റെ വ്യക്തമായ തൗഫീഖോടുകൂടി അള്ളാഹു ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതാണ് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഈമാനുള്ള ഓരോ മുസ്ലിമും മുഅ്മിനും എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പറഞ്ഞിരുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു വിശദീകരിച്ചത്? സൂറത്ത് ആൽ ഇംറാനിന്റെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാൻ, നിശ്ചയം ഈ ദുനിയാവിൽ ഒരുപാട് മതങ്ങൾ ഉണ്ടാവും, ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാവും. എന്നാൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ അടുത്ത്, അള്ളാഹുവിന്റെ കണ്ണിൽ മതമെന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ മാത്രമേ അള്ളാഹു മതമായി കണക്കാക്കുകയുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ളതൊന്നും അള്ളാഹുവിന്റെ സവിധത്തിൽ മതമല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ആൽ ഇംറാനിന്റെ 85-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ മതമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫലൻ യുഖ്ബല മിൻ, അത് എത്ര നല്ല മതമാകട്ടെ, എത്ര നല്ല പ്രത്യയശാസ്ത്രമാകട്ടെ, എത്ര മനുഷ്യത്വത്തിലൂന്നിയ മതമാകട്ടെ, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അല്ലാഹുവിന്റെ ആ വാക്കുകൾ ശ്രദ്ധിക്കണം. അവൻ പരലോകത്ത് നഷ്ടക്കാരനായിരിക്കും. ഈ ദുനിയാവിൽ ഏത് മതം സ്വീകരിച്ചാലും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലാഹു വിജയ പരാജയങ്ങൾ നൽകുന്നത്. എന്നാൽ
ഈ ദുനിയാവിൽ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത മറ്റേതു മതത്തെയും മതമായി സ്വീകരിച്ചാൽ പരലോകത്ത് അവൻ നഷ്ടക്കാരനായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമായി പറയുന്നത്. സൂറത്തു സുമറിന്റെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ആരുടെ ഹൃദയമാണോ, ആരുടെ നെഞ്ചാണോ അല്ലാഹു ഇസ്ലാമിന് വേണ്ടി പ്രവിശാലമാക്കിയത്, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അവനവന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള നൂറിലാകുന്നു, പ്രകാശത്തിലാകുന്നു. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, ആരുടെ ഹൃദയമാണോ അല്ലാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് കടിച്ചുപോയത്, പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന്, ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് ആരുടെ ഹൃദയമാണോ കടിച്ചുപോയത്, ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവൻ വ്യക്തമായ വഴികേടിലാകുന്നു, സ്പഷ്ടമായ വഴികേടിലാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിന്റെ 22-ാമത്തെ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിടാതെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, എല്ലാ ദിവസവും നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനിയല്ലതി ഹുവ ഇസ്മതു അംരി, അല്ലാഹുവേ എന്റെ ദീനിനെ എനിക്ക് നന്നാക്കി തരണേ റബ്ബേ, എന്റെ മതനിഷ്ഠയെ എനിക്ക് നീ നന്നാക്കി തരണേ റബ്ബേ. ഹുവ ഇസ്മതു അംരി, എന്റെ ദീനാണ് എന്റെ കാര്യങ്ങളുടെ കെട്ടുറപ്പ്, എന്റെ ജീവിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് എന്റെ ദീനാർ റബ്ബേ, അതുകൊണ്ട് എന്റെ ദീനിനെ നീ നന്നാക്കി തരണമേ. വഅസ്ലിഹ് ലീ ദുനിയായല്ലതി ഫീഹാ മആശി, ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിന്റെ ജീവിതവും എനിക്ക് നന്നാക്കി തരണേ നാഥാ. വഅസ്ലിഹ് ലീ ആഖിറതിയല്ലതി ഫീഹാ മആദി, എനിക്ക് മടങ്ങി പോകാനുള്ള എന്റെ പരലോകത്തെയും നീ എനിക്ക് നന്നാക്കി തരണമെന്റെ റബ്ബേ. വജഅൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ, ഈ ദുനിയാവിൽ എല്ലാ ഖൈറുകളും എനിക്ക് വർദ്ധിക്കുന്ന, എല്ലാ നന്മകളും വർദ്ധിച്ചു കിട്ടുന്ന ഒരു ജീവിതം നീ എനിക്ക് നൽകണേ നാഥാ. വജഅൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ, എന്റെ മരണം എന്റെ എല്ലാ ശർറുകളും അവസാനിക്കുന്ന, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്ന ഒരു റാഹത്തായിക്കൊണ്ട് എന്റെ മരണത്തെ നീ മാറ്റുകയും ചെയ്യണേ റബ്ബേ. മരണമെന്ന് പറയുന്നത് സൗഖ്യത്തിലേക്കുള്ള യാത്രയാകണം, മരണമെന്ന് പറയുന്നത് സുഖത്തിലേക്കുള്ള യാത്രയാകണം, മരണമെന്ന് പറയുന്നത് വേദനകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയാകണം. ചില ആളുകൾക്ക് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതം അവസാനിക്കുന്നത്, അവരുടെ മരണമെന്ന് പറയുന്നത് അറ്റമില്ലാത്ത ഷർറിന്റെ തുടക്കമാണ്, അറ്റമില്ലാത്ത അദാബിന്റെ തുടക്കമാണ്, അറ്റമില്ലാത്ത മുസീബത്തിന്റെ തുടക്കമാണ്. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ മരണമെന്ന് പറയുന്നത് റബ്ബേ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടതകളിൽ നിന്ന് മുഴുവനുമുള്ള മോചനമാക്കി തരണേ നാഥാ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞെന്താണ്? അസ്ലിഹ് ലീ ദീനി, എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണേ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനകൾ ഒട്ടുക്കും നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ എല്ലാം ദീനിന്റെ പ്രാധാന്യത്തെ, മതനിഷ്ഠയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നതായും പ്രാർത്ഥിക്കുന്നതായും കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഇത് അത്രമാത്രം വിലപ്പെട്ടതാണ്. ഇത് യാദൃച്ഛികമായി വീണ് കിട്ടിയ ഒരു സാധനമല്ല, അള്ളാഹു തെരഞ്ഞെടുത്ത് തന്നതാണ്. അത് അവന് വേണമെങ്കിൽ തിരിച്ചെടുക്കുകയും ചെയ്യാം. നമ്മൾ ഏതെങ്കിലും കുടുംബത്തിൽ പിറന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നാട്ടിൽ പിറന്നത് കൊണ്ടോ, വെളുത്തത് കൊണ്ടോ, കറുത്തത് കൊണ്ടോ, പണക്കാരനായത് കൊണ്ടോ, പാവപ്പെട്ടവനായത് കൊണ്ടോ, ഇന്ന ഉമ്മാക്ക് ജനിച്ചത് കൊണ്ടോ, ഇന്ന ഉപ്പാക്ക് ജനിച്ചത് കൊണ്ടോ, ഇന്ന തറവാട്ടിൽ ജനിച്ചത് കൊണ്ടോ, ഇന്ന ഭാഷക്കാരനായത് കൊണ്ടോ ഒന്നുമല്ല നമുക്ക് ദീന് കിട്ടിയത്, അള്ളാഹു തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പാക്ക് ഈ ദീന് കിട്ടിയിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഭാര്യമാർക്ക് ഈ ദീന് കിട്ടിയിട്ടില്ല. നൂഹ് നബിയുടെ മകന് ഈ ദീന് കിട്ടിയിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. വദറബല്ലാഹു മതലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈൻ മിൻ ഇബാദിനാ സാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദ്ഖുലൻ നാറ മഅ
ആഖിരീൻ. നൂഹിന്റെ ഭാര്യയും ലൂത്തിന്റെ ഭാര്യയും അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ രണ്ട് ഭാര്യമാർ എന്റെ നല്ല രണ്ട് അടിമകളുടെ കീഴിൽ ജീവിക്കുന്നവരായിരുന്നു. പക്ഷെ ഫഖാനതാഹുമ, അവരവരെ വഞ്ചിച്ചു കളഞ്ഞു, അവരുടെ ഭർത്താക്കന്മാരെ അവരെ വഞ്ചിച്ചു കളഞ്ഞു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, പ്രവാചകന്മാരുടെ ഭാര്യയാണെന്ന ഒരു പരിഗണനയും അവർക്ക് ലഭിക്കുന്നതല്ല നാളെ പരലോകത്ത്. വഖീല ദഖുലന്നാർ, അവരോട് നരകത്തിലേക്ക് പ്രവേശിക്കാൻ പറയപ്പെടുകയും ചെയ്യുന്നതാണ്. ആരോട്? ലൂത്ത് നബിയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഭാര്യമാരോട്. ഞാൻ പ്രവാചകന്റെ ഭാര്യയാണ്, പ്രവാചകന്റെ കൂടെ കിടപ്പറ പങ്കിട്ടവളാണ്, അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരു പരിഗണനയില്ല. ദീനില്ലേ, നരകത്തിലാണ്, ഒരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉപ്പ ആസറിനെ കാണും. ഏത് കോലത്തിലാ കാണാ? വഅലാ വജ്ഹി ആസറ ഖത്റത്തുൻ വഗറബത്തുൻ, ചെളിപുരണ്ട് ആകെ പൊടി പിടിച്ച് മ്ലാനനായി കണ്ടാൽ തന്നെ പാവം തോന്നുന്ന രൂപത്തിലായിരിക്കും ആസറിനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൽ കാണാം. ഫയഖൂലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറയും, അലം അഖുൽ ലക ലാ തഅസിനി, ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടില്ലേ ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ വാപ്പ, നിങ്ങൾ എന്നെ ധിക്കരിക്കരുത്, എന്റെ കൂടെ നിങ്ങൾ വരണം, ഞാൻ പറയും നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഫയഖൂലു അബൂ, അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തോട് പറയാണ്, ലാ അഅസ്വീക് ലാ അഅസ്വീക അൽയൗം, മോനെ ഫൽയൗമ ലാ അഅസ്വീക, ഇന്ന ദിവസം ഞാൻ നീ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാണ്, എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ പറയുമ്പോ ഫയഖൂലു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹൃദയവേദനയോടുകൂടി സർ പറയാണ്, യാ റബ്ബ്, എന്റെ റബ്ബേ, ഇബ്രാഹിം നബി വിളിക്കാണ്, എന്റെ റബ്ബേ, ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീ എന്നെ നിന്ദിക്കുകയില്ല, നാണം കെടുത്തുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം തന്നതാണല്ലോ. ഫഅയ്യു ഖിസിൻ അഖ്സാ മിൻ അബിൽ അബ്അദ്, എന്റെ ഉപ്പയെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നതിനേക്കാൾ വലിയൊരു അപമാനം, വലിയൊരു നിന്ദത മറ്റെന്താണ് അല്ലാഹുവേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കാണ്. ഫയഖൂലുല്ലാഹു തആല, അല്ലാഹുവിന്റെ മറുപടി എന്താണ്? അല്ലാഹു ആശ്വസിപ്പിക്കല്ല ചെയ്യുന്നത്, പിന്നെ പടച്ചോൻ പറയുന്നത് എന്താ? ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ദിവസം സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു, മതനിഷേധികൾക്ക് ഇന്നത്തെ ദിവസം ഞാൻ സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. സുമ്മ യുഖാൽ, പിന്നെ പറയപ്പെടും, യാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാണ്, മാ തഹ്ത റിജ്ലൈക്, എന്താണ് അങ്ങയുടെ കാലിന്റെ ഇടയിൽ? അങ്ങയുടെ കാലിന്റെ ഇടയിൽ എന്തോ ഒന്നുണ്ടല്ലോ, എന്താണ്? ഫയൻദുർ, അങ്ങനെ അദ്ദേഹം തന്റെ കാലിന്റെ ഇടയിലേക്ക് നോക്കും. ഫഇദാ ഹിയ ബിദീഖി മുൽതതിഖ്, അവിടെ ചെളിപുരണ്ട കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന ഒരു കഴുതപ്പുലിയെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാണുമെന്നാണ്. അതിന്റെ കാലിൽ പിടിച്ചിട്ട് അതിനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ്. ആരാണത്? ആ ചെളിപുരണ്ട അറപ്പുളവാക്കുന്ന കഴുതപ്പുലി ആരാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പയായ ആസറാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖലീലുള്ളാന്റെ വാപ്പയാണ്, അള്ളാഹു ഒരുപാട് സ്ഥാനം നൽകിയ മനുഷ്യന്റെ വാപ്പയാണ്. പരിഗണനയില്ല, ഹിദായത്തില്ലെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ വാപ്പയാണ്, ഉമ്മയാണ്, പരിഗണനയില്ല. എളാപ്പയാണ്, മൂത്താപ്പയാണ്, പരിഗണനയില്ല. ഭാര്യയാണ്, മക്കളാണ്, പരിഗണനയില്ല. സഹോദരനാണ്, സഹോദരിയാണ്, പരിഗണനയില്ല. ഓരോ വ്യക്തികളും അവിടെ പരിഗണിക്കപ്പെടുന്നതും അവഗണിക്കപ്പെടുന്നതും അവരുടെ ദീനിന്റെ നിഷ്ഠക്കനുസരിച്ചായിരിക്കും, ഹിദായത്തിന്റെയും ദലാലത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും എന്ന ബാലപാഠം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹത്തെ നാം വില കുറച്ച് കാണരുത്. വലിയ നന്മയാണ്, വലിയ അനുഗ്രഹമാണ് അല്ലാഹു തന്നിരിക്കുന്നത്. അതിന് നാം നന്ദി കാണിക്കണം. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? തുണി ഇടത്തോട്ടുടുത്തിട്ട് മാത്രമല്ല നന്ദി കാണിക്കേണ്ടത്. കാനേഷ് കുമാരി കണക്കിൽ മുസ്ലിം പേര് പറഞ്ഞു കൊടുത്തിട്ട് മാത്രമല്ല നന്ദി കാണിക്കേണ്ടത്. പഞ്ചായത്തിൽ പോയിട്ട് OBC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് മാത്രമല്ല അള്ളാഹു മുസ്ലിം ആക്കിയതിന്റെ നന്ദി കാണിക്കേണ്ടത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയും മറ്റ് ഗവൺമെന്റുകൾക്കെതിരെയും പ്രതിഷേധിച്ചും ആവേശം കൊണ്ടിട്ടും അല്ല നമ്മൾ നന്ദി കാണിക്കേണ്ടത്. അള്ളാഹുവിന്
അള്ളാഹുവിനോട് ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ നന്ദി കാണിക്കുന്നത് എങ്ങനെയാണ്? മുസ്ലിമായി ജീവിച്ചിട്ടാണ്, മുഅ്മിനായി ജീവിച്ചിട്ടാണ്. ഇസ്ലാമിന്റെ അന്തസ്സാര ജീവിതത്തിന്റെ ഉൾക്കാമ്പുകളിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് കുടുംബരംഗത്തും വൈയക്തിക രംഗത്തും സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക എല്ലാ രംഗങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ നിഷ്ഠയെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്നെ പടച്ചോനെ നീ ഒരു മുസ്ലിം ആക്കിയല്ലോ എന്നതിന്റെ പേരിൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. വ്യക്തി ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവേണ്ടതുണ്ട്. കണ്ണ് ഇസ്ലാം അനുസരിച്ചാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക എന്നതാണ്. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞല്ലോ, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നീ കീഴ്പ്പെടുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു. അസ്ലംതു എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമായി എന്നാണ്. അറബിയിൽ അസ്ലംതു എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമായി എന്നാണ്, ഞാൻ കീഴ്പ്പെട്ടു എന്നാണ്. അതാണ് ഇസ്ലാം, കീഴ്പ്പെടൽ. സലമ എന്ന വാക്കിന്റെ മസ്ദറാണ്, ഉത്ഭവ പദമാണ് ഇസ്ലാം. ഈ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ കീഴ്പ്പെടൽ സ്വീകരിച്ചു. ആർക്ക് കീഴ്പ്പെടൽ സ്വീകരിച്ചു? രാജാതിരാജനായ ഖാലിഖുൽ മഖ്ലൂഖായ മാലിക്കുൽ മുലൂക്കായ സർവ്വചരാചരങ്ങളെയും പടച്ചു പരിപാലിച്ച് നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിന്, അള്ളാഹുവിന്, റബ്ബുൽ ഇസ്സത്തിന് കീഴ്പ്പെടുന്നതിനെയാണ് മുസ്ലിം ആവുക എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാം മുസ്ലിമിന്റെ നോട്ടം മുസ്ലിമിൻ്റെതായിരിക്കണം, മുസ്ലിമിന്റെ കേൾവി മുസ്ലിമിൻ്റെതായിരിക്കണം, മുസ്ലിമിന്റെ സംസാരം മുസ്ലിമിൻ്റെതായിരിക്കണം, മുസ്ലിമിന്റെ പ്രവർത്തനങ്ങൾ മുസ്ലിമിൻ്റെതായിരിക്കണം, നടത്തം, മിരിത്തം, കിടക്കൽ, കുടിക്കൽ, കഴിക്കൽ എല്ലാം മുസ്ലിമിൻ്റെതായിരിക്കണം. ജീവിതത്തിന്റെ അഖില മേഖലകളിലും ഈ പരിശുദ്ധ ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. കുടുംബത്തിന്റെ വിഷയത്തിൽ വീട് സാധാരണ ആളുകൾക്ക് ഇസ്ലാമിനെയും ദീനിനൊക്കെ മറക്കുന്ന അവസ്ഥ എവിടെയാണ്? വീട്ടിലൊരു വിവാഹം വന്നാലാണ് അതിന് എന്തും ചെയ്യും, കുടുംബക്കാരെ തൃപ്തിപ്പെടുത്താൻ, നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ എന്തും ചെയ്യും. ഒരു മറയുണ്ടാവില്ല, അതിനൊരു പരിമിതിയും പരിധി ഉണ്ടാവില്ല. പിന്നെ ചെലവ് കല്യാണ വീടുകളിൽ ഇസ്ലാം നിലനിൽക്കുക എവിടെയാണ്? ആ നിക്കാഹിന്റെ സമയത്ത് ഉസ്താദ് വന്നിട്ട് ഒരു ഇലാ ഹദ്റത്തിയും ഫാത്തിയും സൂറത്തൊക്കെ വിളിച്ച് 2 ദുആ ഒക്കെ ചെയ്താൽ അവിടെ ആ 5, 10, 15 മിനിറ്റ് മാത്രം ഒതുങ്ങി നിൽക്കുള്ളൂ ദീന്. അതിന്റെ അപ്പുറത്ത് കാനേഷുകുമാരി കണക്കിൽ മുസ്ലിമായി പോയി എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമുമായി, ദീനുമായി, മുഹമ്മദി ഉമ്മത്തുമായി, പ്രവാചകന്റെ ചര്യയുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ ആഘോഷങ്ങൾ അതിരുവിടുന്ന ഉമ്മത്ത് മുഹമ്മദിനെ നാട് നീളെ നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ സമയത്ത് പലിശയുമായി ഇടപഴകാൻ യാതൊരു മടിയുമില്ല. മോളെ കല്യാണം വരെയാണ്, ഒരു കുഴപ്പമില്ല. വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെക്കുക, സ്വർണം കൊണ്ടുപോയി പണയം വെക്കുക, പലിശയുമായി ഇടപെടാൻ യാതൊരു കുഴപ്പമില്ല. പലതരത്തിലുള്ള ന്യായങ്ങളാണ്, പലതരത്തിലുള്ള ജസ്റ്റിഫിക്കേഷനാണ് പലിശയുമായി ഇടപെടുന്നതിന്. വേറെന്താ വഴിയുള്ളത്? വേറെന്താ ചെയ്യുക? പ്രിയപ്പെട്ടവരെ, കല്യാണം നടത്താതിരിക്കണം. നിങ്ങൾക്ക് പലിശ ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റൂലേ? ഒരു മുസ്ലിം എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ എന്താണ്? കല്യാണം നടത്താതിരിക്കുക എന്നുള്ളതാണ്. എന്റെ കുട്ടി കെട്ടണ്ട, വിവാഹം കഴിക്കണ്ട എന്ന് അവിടെയാണ് മുസ്ലിം ആവണത്. അല്ലെങ്കിൽ മുസ്ലിം അല്ല, അല്ലെങ്കിൽ അതിരുവിട്ടവനാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്. മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു മാസം 2 3 കോളെങ്കിലും വരും. വീട് പണയത്തിലാണ്, ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്, ബാങ്ക് ഇപ്പോ വീട് ജപ്തി ചെയ്യും. ഒരു മാസം 2 3 കോളെങ്കിലും വരും. എല്ലാ സംഘടനകളുടെ മുന്നിലും കൈ നീട്ടി നിൽക്കുക, എല്ലാ പള്ളി കമ്മിറ്റിന്റെ മുന്നിലും പോയി കൈ നീട്ടി നിൽക്കുക. ഇതെടുക്കുമ്പോൾ പടച്ചോനില്ല, ദീനില്ല, ഇസ്ലാമില്ല. പലിശ കയറി വീട് ജപ്തിയാവുമ്പോ അവിടെ ദീന് വരും, ഇസ്ലാം വരും, പള്ളി വരും, ഉമ്മത്ത് വരും, പള്ളി കമ്മിറ്റി വരും, സക്കാത്ത് സെല്ല് വരും, എല്ലാം വരും. ഇങ്ങനെയുള്ള നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദികേട് കാണിക്കാണ് പടച്ചോനോട്. നമ്മൾ അല്ലാഹു മുസ്ലിമാക്കി എന്നതിന്റെ ഏറ്റവും വലിയ നന്ദികേടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകളെ കുറിച്ച് സൂറത്തുൽ ഹജ്ജിന്റെ 11ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. പടച്ചോൻ പറയാണ് ചില ആളുകളെ കുറിച്ച്. എന്താ പറയുന്നറിയോ? വമിനന്നാസി മയ്യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. ചില മനുഷ്യരുണ്ട്, അവരതാ ഒരറ്റത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഇൻ അസാബഹു അവന് നന്മ കിട്ടുമ്പോ, അവന് കച്ചവടം കൂടുമ്പോ, അവന് വരുമാനം വരുമ്പോ, അവന് പണമുണ്ടാകുന്ന സമയത്ത് അവനതുകൊണ്ട് സമാശ്വാസമടയുന്നതാണ്. അവൻ ആ ഇബാദത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്നതാണ്, അവൻ ആ നമസ്കാരത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്നതാണ്, അള്ളാഹുവിനെ ഓർമ്മിച്ചങ്ങനെ പോകുന്നതാണ്. അവന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ, അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ, അവനതാ കീഴ്മേൽ
മറിയുകയാണ്, തലകുത്തിയവനെ പോലെയാവുകയാണ്. എന്നിട്ട് അവരെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? അവന് ദുനിയാവും നഷ്ടപ്പെട്ടു പോയി, ആഖിറവും നഷ്ടപ്പെട്ടു പോയി. അതാകുന്നു വ്യക്തമായ നഷ്ടമെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ പറയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സമ്പത്തുണ്ടാകുമ്പോ, ഐശ്വര്യമുണ്ടാകുമ്പോ, സന്തോഷമുണ്ടാകുമ്പോ അള്ളാഹുവിനെ ഓർക്കാൻ എളുപ്പമാണ്. പല ആളുകൾക്കും പടച്ചോനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നിസ്കരിക്കാൻ വരാൻ എളുപ്പമാണ്, ഖുർആൻ ഓതാൻ എളുപ്പമാണ്, സക്കാത്ത് കൊടുക്കാനും ദാനധർമ്മം ചെയ്യാനും എല്ലാം എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ, സാമ്പത്തികമായി തകർന്നാൽ, ആരോഗ്യം തകർന്നാൽ, കുടുംബം തകർന്നാൽ, ജീവിതത്തിന്റെ 4 ഭാഗത്തു നിന്നും പരീക്ഷണങ്ങൾ വരുമ്പോ അവനതാ തകരുകയാണ്. അവന് പടച്ചോനെ ഓർമ്മിക്കാതെയാവുകയാണ്, അള്ളാഹുവിനെ ഓർമ്മിക്കാതെയാവുകയാണ്. അവൻ പലതരത്തിലുള്ള ഹറാമിന്റെ വഴികളിലേക്കും പ്രവേശിക്കുകയാണ്. തന്റെ ജീവിതം കരുക്കെടുപ്പിക്കാൻ ഹക്കും ബാത്തിലും നോക്കാതെ അവൻ സമ്പാദിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ അള്ളാഹുവിനെ അവലംബിക്കേണ്ടതിന് പകരം സിനിമകളിലും റീൽസുകളിലും സീരിയലുകളിലും ന്യൂസുകളിലും അവൻ അഭയം പ്രാപിക്കുകയാണ്, ആശ്രയിക്കുകയാണ്. ഹക്കും ബാത്തിലും നോക്കാതെ അവൻ ജീവിക്കുകയാണ്, അള്ളാഹുവിനെ മറന്നു പോകുകയാണ്. ചില ആളുകളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ജീവിതത്തിൽ ഇങ്ങനെ നല്ല സമ്പത്തും ഐശ്വര്യമൊക്കെ കിട്ടുമ്പോൾ പടച്ചവനെ ഇങ്ങനെ ഓർമ്മിക്കും. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നെ അവനെ പള്ളിയിലും കാണൂല, നിസ്കരിക്കാനും കാണൂല, ഒരു വകയോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ കോലത്തിലേക്ക് നമ്മളായി പോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിൽ ഖൈറായാലും ഷർറായാലും, സന്തോഷമായാലും ദുഃഖമായാലും, അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ആ ഓർമ്മയിലും ഇബാദത്തിലും ത്വാഅത്തിലും കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ മുസ്ലിമാവുക എന്ന അനുഗ്രഹത്തിന് നാം നന്ദി കാണിക്കുന്നവരാവുക. മാത്രമല്ല, എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലയോ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? നബിയാ പ്രാർത്ഥിക്കുന്നത്, റസൂലാ പ്രാർത്ഥിക്കുന്നത്. ഫഖുൽതു യാ റസൂലല്ലാഹ്, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, ആമന്നാ ബിക വബിമാ ജിഅ്ത ബിക, ഞങ്ങൾ അങ്ങയിലും വിശ്വസിച്ചിരിക്കുന്നു, അങ്ങ് കൊണ്ടുവന്നതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫഹൽ തഖാഫു അലൈന, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് അങ്ങ് ഭയക്കുന്നുണ്ടോ? സ്വഹാബത്താണ് ചോദിക്കുന്നത്, സ്വഹാബികളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കും ഈമാൻ നഷ്ടപ്പെട്ടുവോ, അങ്ങനെ ഒരു ഭയം അങ്ങയ്ക്കുണ്ടോ? നഅം, റസൂൽ പറഞ്ഞെന്താ? നഅം, അതെ, എനിക്ക് പേടിയുണ്ട്, എനിക്ക് ഭയമുണ്ട്. ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസ്വാബിഇല്ലാഹ്, നിശ്ചയം ഹൃദയം അല്ലാഹുവിന്റെ വിരലുകളിൽ 2 വിരലുകൾക്കിടയിലാണ്. അവൻ ഇഷ്ടമുള്ളതുപോലെ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനങ്ങോട്ട് മറിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാണ്. ദീൻ ഗ്രാൻറ്റഡ് അല്ല. ഞാനെന്നും ഇതിൽ തന്നെ ഉണ്ടാവും, ഞാനെന്നും മുസ്ലിം ആയിക്കോട്ടെ, എൻ്റെ മക്കളും മുസ്ലിം ആയിരിക്കും, എൻ്റെ ഭാര്യയും മുസ്ലിം ആയിരിക്കും, എൻ്റെ ഉമ്മയും മുസ്ലിം ആയിരിക്കും. ആരും നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി തന്നിട്ടില്ല. ഏത് നിമിഷവും കാഫിറായി പോകാൻ പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും ഈമാൻ നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ടാണ് സത്യവിശ്വാസികളായ ആളുകൾ ദുആ ചെയ്യുന്നതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഅ ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുതേ, ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ കൽബുകളെ നീ തെറ്റിച്ചു കളയരുതേ റബ്ബേ. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് നേർമാർഗം വന്നു കിട്ടിയതിനു ശേഷം, ഞങ്ങൾക്ക് ഹിദായത്ത് വന്നു കിട്ടിയതിനു ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അതുകൊണ്ട് നിന്നിൽ നിന്നുള്ള റഹ്മത്തിനെ, നിന്നിൽ നിന്നുള്ള കാരുണ്യത്തിനെ ഞങ്ങൾക്ക് നീ കനിഞ്ഞരുളുകയും ചെയ്യണേ റബ്ബേ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ പഠിപ്പിച്ചെന്നതാ. കാരണം എന്താണ്? ഈ ഹിദായത്ത് കിട്ടിയതിനു ശേഷവും ضلالത്തിലേക്ക് നമ്മൾ പോയേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതാവസാനം വരെ ഈ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള മഹാഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എല്ലാ ജുമുഅന്റെ ഖുതുബകളിലും നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് എന്ത്? എന്നും നിങ്ങൾ കേൾക്കലുണ്ട്, പക്ഷെ ഒരു ഒഴുക്കം മട്ടിൽ അങ്ങനെ കേട്ടിട്ട് അത് നമുക്ക് ഓർമ്മയില്ല, നമ്മൾ ശ്രദ്ധിക്കാറുമില്ല, പരിഗണിക്കാറുമില്ല. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, യഥാർത്ഥ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക.
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. സുബ്ഹാനല്ലാഹ്. എല്ലാ ജുമാ ഖുതുബകളിലും ഈ മിമ്പറിൽ നടക്കം എല്ലാ മിമ്പറുകളിലും ഓതപ്പെടുന്ന ഒരു ആയത്താണത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെടരുത്. ഞാൻ ഇപ്പം മുസ്ലിമാണ് എന്നതിന്റെ അർത്ഥം ഞാൻ മുസ്ലിമായി മരിക്കുമെന്നല്ല. ഞാൻ മുസ്ലിമായി മരിക്കുമെന്നല്ല. ഒരാൾ ഇപ്പൊ കാഫിറാണ്, അതിന്റെ അർത്ഥം കാഫിറായി മരിക്കുന്നല്ല. ഞാൻ കാഫിർ എന്ന് വിളിച്ചൊരു മനുഷ്യൻ നാളെ മുസ്ലിമായി മരണപ്പെട്ടേക്കാം. ഞാൻ മുസ്ലിം എന്ന് വിളിച്ചൊരു മനുഷ്യൻ നാളെ കാഫിറായി മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മരണത്തിന്റെ സമയത്ത് ഇസ്ലാമിനെ സംരക്ഷിച്ചു നൽകാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ്. ചില ആളുകളുടെ കണ്ണിൽ സ്വർഗവാസിയായിരിക്കും. നല്ലോണം നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, എല്ലാവരും വിചാരിക്കും അവൻ സ്വർഗവാസിയാണെന്ന്. റസൂൽ പറയാൻ വഹുവ മിൻ അഹ്ലിന്നാർ, അവൻ യഥാർത്ഥത്തിൽ നരകവാസിയായിരിക്കും. എങ്ങനെയായിരിക്കും അത്? ആഖിബത്തിൽ അവൻ മോശക്കാരനാവും, വൃത്തികെട്ടവനാവും. എന്നാൽ വഇന്ന റജുല ലയഅമലു അമല അഹ്ലിന്നാരി ഫീമാ യബ്ദു ലിന്നാസ്, ചില ആളുകളുടെ കണ്ണിൽ നരകക്കാരായിരിക്കും, വൃത്തികെട്ടവരായിരിക്കും, തമ്മാടികളായിരിക്കും, റൗഡികളായിരിക്കും. എന്നാൽ വഹുവ മിൻ അഹ്ലുൽ ജന്ന, അവൻ യഥാർത്ഥത്തിൽ സ്വർഗവാസിയായിരിക്കും. നാളെ പരലോകത്ത് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാവും, ഇന്നാള് സ്വർഗത്തിൽ, ഇന്നാള് സ്വർഗത്തിൽ, ഇന്നാള് സ്വർഗത്തിൽ. ആ ലിസ്റ്റിലുള്ള പല ആളുകളും നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും. നമുക്ക് കൂടുതൽ ലിസ്റ്റ് ഉണ്ടാവും, ഇന്നാള് നരകത്തിൽ, ഇന്നാള് നരകത്തിൽ, ഇന്നാള് നരകത്തിൽ. ആ ലിസ്റ്റിലുള്ള പല ആളുകളും നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ട് സ്വർഗവാസികളുടെ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് ആഖിബത്ത് നന്നാക്കി തരാൻ, പര്യവസാനം നന്നാക്കി തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് കിട്ടിയ ഈ വലിയ അനുഗ്രഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത്, ജീവിതത്തിൽ ഈ ഇസ്ലാമിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് അതിന് നന്ദി കാണിക്കുക. മൂന്നാമത്തത്, മുസ്ലിമായി കൊണ്ടല്ലാതെ എന്നെ മരിപ്പിക്കരുത് റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി വിജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.